പണമില്ലാത്തവൻ പിണമെന്നാണല്ലോ പറയുക. പണം വേണം കേട്ടോ. പണമില്ലാതെ ജീവിക്കാൻ സുഖമാണ് എന്ന് പറയാമെങ്കിലും അത്ര സുഖകരമായ ഏർപ്പാടല്ല. എന്തുണ്ട് കയ്യിൽ സേവിങ്സ് എന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ. സേവിങ്സ് വേണം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളൊരു സേവിങ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങുക. നമ്മുടെ വരുമാനത്തിൽ നിന്ന് എന്ത് വരുമാനം ആയിക്കോട്ടെ 20% അല്ലെങ്കിൽ വേണ്ട നിർബന്ധമായിട്ടൊരു 15% എല്ലാ മാസവും ആ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റിയിടണം. ഇങ്ങനെ ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നല്ലൊരു തുക എമർജൻസി സേവിങ്സ് ആയിട്ട് മാറും. അതായത് ഒരു 6 മാസം പണിയൊന്നുമില്ലാതായാലും ജീവിക്കാൻ വേണ്ട പണം എമർജൻസി സേവിങ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചിലവ് കുറച്ചേ പറ്റൂ, മുണ്ട് മുറുക്കി കൊടുത്തേ പറ്റൂ. ഇതിനെയാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുക. ഈ എമർജൻസി സേവിങ്സ് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഇങ്ങനെ സേവ് ചെയ്യുന്ന പണമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എമർജൻസി സേവിങ്സ് എടുത്തിട്ട് ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്. അത് വിത്തെടുത്ത് കുത്തുന്നതിന് തുല്യമാണ്. ഈ ഒരു എമർജൻസി സേവിങ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ് കേട്ടോ. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന കാര്യങ്ങളെ ഫിനാൻഷ്യലി നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് നമുക്കൊരു 20 ലക്ഷത്തിൻ്റെ വീട് വെക്കണമെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ 1 കോടി എന്നുണ്ടാകുന്നോ അന്നേ നമ്മൾ 20 ലക്ഷത്തിൻ്റെ വീട് വെക്കാവൂ. പക്ഷേ ഇന്ന് പലരും ചെയ്യുന്നത് നേരെ തിരിച്ചാണ്. 20 ലക്ഷം ഉണ്ടെങ്കിൽ 1 കോടിയുടെ വീട് വെക്കും. അതുകൊണ്ടാണ് പലരും കടക്കണകളിൽ വീഴുന്നത്. എന്നീ കടമൊക്കെ വീടാനാണ്? ജീവിതത്തിൽ സാമ്പത്തിക അച്ചടക്കം വളരെ പ്രധാനമാണ് കേട്ടോ. തുറക്കട്ടെ മനസ്സുകൾ.